അപ്പൊ മക്കളെ എല്ലാവർക്കും നമ്മുടെ റാഡിക്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാത്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നു. നമ്മളത് ഇൻട്രൊഡക്ഷൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ അതിന്റെ ബാലൻസ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ഇപ്പൊ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമുക്ക് ഇതിനകത്ത് ഏറ്റവും ആദ്യം നമുക്ക് സ്ഥിരമായിട്ട് ഫൈനൽ ഇയർ എക്സാമുകൾക്ക് നമുക്ക് ചോദിക്കുന്ന കുറച്ച് ടോപ്പിക്കുകളുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് LCM-ഉം HCF-ഉം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഐ ഹോപ്പ് യു ഓൾ ഓഫ് യു ക്യാൻ സീ ദിസ് സ്ക്രീൻ ഈസിലി. എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ സ്ക്രീന്? ഫൈൻ 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 ഫൈൻ. ഓക്കെ മക്കളെ, അപ്പൊ നോക്കാം, നമ്മുടെ റിയൽ നമ്പേഴ്സിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്, നമുക്ക് ആദ്യം ഒരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. ഇതിപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞിരുന്നതാണെങ്കിലും കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്ന കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി പറയാം. എങ്ങനെയാണ് നമുക്ക് LCM കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് HCF കണ്ടുപിടിക്കുന്നത്, ഈ രണ്ട് കാര്യങ്ങൾ അറിയാത്ത ആരുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങാനും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മക്കളെ ഒന്ന് നോക്കിക്കോടാ, എങ്ങനെ രണ്ട് നമ്പേഴ്സിന്റെ LCM കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് രണ്ട് നമ്പേഴ്സിന്റെ HCF കണ്ടുപിടിക്കുന്നത്. മക്കളെ നാളെ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് 20, 50 എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സിന്റെ LCM-ഉം HCF-ഉം ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കാം. എല്ലാവർക്കും മക്കളെ ഫാക്ടറൈസേഷൻ അറിയാമല്ലോ, എങ്ങനെ ഫാക്ടറൈസ് ചെയ്യുന്നതെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ മക്കളെ? എനിബഡി കൈവക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ചാറ്റിലൊന്ന് പറഞ്ഞ മക്കളെ, ആർക്കെങ്കിലും അറിയാത്തവരുണ്ടോ ഫാക്ടറൈസേഷൻ അറിയാത്തവര്? ഓക്കെ ഫൈൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 20യുടെയും 50യുടെയും നമ്മൾ മക്കളെ LCM-ഉം HCF-ഉം ഒരുമിച്ച് കണ്ടുപിടിക്കാൻ പോവാണ്. നോക്കിയോ, 20, 50. മക്കളെ 20യിലും 50യിലും കോമൺ ആയിട്ട് നമുക്ക് ഉള്ള ഫാക്ടർ ഏതാടാ? എല്ലാവർക്കും അറിയാം, 20യും 50യും ഈവൻ നമ്പേഴ്സ് അല്ലേ മക്കളെ. അപ്പൊ മക്കളെ രണ്ട് നമ്പേഴ്സിനെ നമുക്ക് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ മക്കളെ, 22 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് മക്കളെ കിട്ടുന്നത്? 10 അല്ലയോടാ? 10 2s are 20 അല്ലയോ? 50യിൽ എത്ര 2s ആ ഉള്ളത്? 25. സില്ലിയായിട്ട് തോന്നുന്നുണ്ടാവും. എങ്ങാണോ മാർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിരുന്നോ മക്കളെ? 10ഉം 25ഉം എല്ലാം ഓർക്കുക. എത്ര കോമൺ ഫാക്ടർ എത്ര? കയ്യിലൊന്ന് കാണിച്ച എല്ലാവരും. വെരി ഗുഡ്, ഹായ്, 5 തന്നെയാണ്. വെരി ഗുഡ്. 5. അപ്പം 10ല് എത്ര 5 ആ 2? സോറി, എത്ര 5s are 10? 2 5s are 10 ആണ്. 5 5s are 25 ആണ്. രണ്ട് കാര്യങ്ങളും ക്ലിയർ ആണല്ലോ മക്കളെ. ഇനി 2ലും 5ലും ഏതെങ്കിലും കോമൺ ഫാക്ടേഴ്സ് ഉണ്ടോ? ഇല്ലല്ലോ. സോ നമുക്ക് ഫാക്ടറൈസേഷൻ അവിടെ അവസാനിപ്പിക്കാം. 2ലും 5ലും നമുക്ക് കോമൺ ആയിട്ട് നമ്പേഴ്സ് ഒന്നുമില്ല. മക്കളെ ഇതിനകത്ത് ഇനി LCM എങ്ങനെ എഴുതാം, HCF എങ്ങനെ എഴുതാം ഒന്ന് നോക്കടാ മക്കളെ. നമ്മൾ ഫാക്ടറൈസ് ചെയ്ത സമയത്ത് നമുക്ക് കോമൺ ആയിട്ട് വന്നതാണ് ഈ രണ്ട് നമ്പറിലൂടെ മക്കളെ. ഏതൊക്കെയാ? 2ഉം 5ഉം. മക്കളെ HCF എന്ന് പറയുമ്പോൾ 2 into 5 ആ കോമൺ ആയിട്ട് നമ്മൾ എഴുതിയ രണ്ട് ഫാക്ടേഴ്സ്, അതിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? HCF എന്ന് പറയുന്നത്. അതായത് 20യുടെയും 50യുടെയും HCF എത്ര മക്കളെ? 10. LCM കണ്ടുപിടിക്കാൻ എളുപ്പം മക്കളെ. നിങ്ങൾ ഈ സാധനം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. ഈ 2ന്റെയും 5ന്റെയും കൂടെ നമുക്ക് ഫൈനലി കിട്ടിയ രണ്ട് നമ്പേഴ്സ് കൂടെ ഉണ്ടല്ലോ, ഏതാ? ഈ 2ഉം 5ഉം കൂടെ. അതായത് നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് വന്നപ്പം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കിട്ടിയ ഫാക്ടേഴ്സും ഏറ്റവും അവസാനം നമുക്ക് വന്ന റിമൈൻഡേഴ്സും രണ്ട് നമ്പേഴ്സ് ഉണ്ടല്ലോ, ഈ മൊത്തം നമ്പേഴ്സിന്റെ കൂടെ പ്രോഡക്റ്റ് എടുത്ത മക്കളെ നമുക്ക് ആരെ കിട്ടൂടാ? LCM കിട്ടൂടാ. HCF അല്ല, LCM കിട്ടും. LCM എത്ര? അപ്പം ഈ 2 എടുക്കണം. ഈ 2 എടുത്ത് 2 into മക്കളെ താണ്ട ഈ 5 എടുക്കണം. 5 into മക്കളെ താണ്ട ഈ 2 എടുക്കണം, ഈ 5 എടുക്കണം. 2 into 5 എത്ര മക്കളെ? 2 into 5 into 2 into 5 100 അല്ലയോടാ? അപ്പൊ മക്കളെ 20യുടെയും 50യുടെയും HCF എത്ര എന്ന് കിട്ടിയടാ? 10 എന്നും കിട്ടി. LCM എത്ര എന്ന് കിട്ടിയടാ? 100 എന്നും കിട്ടി. കാര്യം ക്ലിയർ ആണോ മക്കളെ? യെസ്, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു സാധനം, അതായത് നമുക്ക് മെയിൻ ആയിട്ട് ഇത് പഠിക്കേണ്ട സാധനത്തിലേക്ക് പോകാം. നമുക്ക് നോക്കിയാൽ മക്കളെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യന് നമുക്ക് ഒരു രണ്ട് നമ്പേഴ്സിന്റെ, അതായത് നമുക്ക് 20യുടെ അല്ലെങ്കിൽ 50യുടെയും പേന ചെറുതായി പോയില്ല, പേന നമുക്ക് ഇച്ചിരി വലുതാക്കാം. 50യുടെയും നമ്മുടെ മക്കളുടെ 200ന്റെയും കൂടെ LCM കണ്ടുപിടിക്കണം, HCF കണ്ടുപിടിക്കണം. നോക്കിയോ മക്കളെ, ഇത് നമുക്ക് നോർമലി ഫാക്ടറൈസേഷൻ വഴി ഇങ്ങനെ കണ്ടുപിടിക്കാം. നമുക്കിനി ഇത് തന്നെ നമുക്ക് ഇതിന്റെ പവർ ആയിട്ട് എഴുതിയിട്ട് ഓരോ നമ്പറിനെ നമ്മൾ ഇൻഡിവിജ്വലി എഴുതി എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കിയിടാം മക്കളെ. 50യെ നോർമലി നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം മക്കളെ. 50 അങ്ങോട്ട് മാറ്റി വെച്ച് ഫാക്ടറൈസ് ചെയ്ത് നോക്കണം. 50യെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എങ്ങനെ വന്ന്? 2 വന്നു. 25നകത്ത് 5 വന്നു. 5 ടൈംസ് ഉണ്ട് മക്കളെ. 5 ടൈംസ് അല്ലയോ 25? 2ഉം 5ഉം 5ഉം വന്നില്ലയോ? എനിക്കിതിനെ എങ്ങനെ എഴുതാം? 2 into 2 ഒറ്റ 2 അല്ല ഉള്ള മക്കളെ. 2 into, അതായത് 2⁻1 ആണ്. നമ്മൾ 1 എഴുതുന്നില്ല. 2 into മക്കളെ 5 into 5 എന്നിലൂടെ വരേണ്ടത്. 5 into 5 5 സ്ക്വയർ അല്ലൂടാ. അപ്പൊ എനിക്ക് 50യെ ഫാക്ടറൈസ് ചെയ്ത് എങ്ങനെ എഴുതാം? 2 into 5 സ്ക്വയർ എന്ന് എഴുതി കൂടാ മക്കളെ. മറ്റൊരു നമ്പർ, ഞാൻ രണ്ടാമത്തെ നമ്പർ ഏതാ? 200 അല്ലൂടാ. എന്റെ ഇതേപോലെ 200നെ ഒന്ന് ഫാക്ടറൈസ് ചെയ്ത മക്കളെ. 200നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ വരും? 2 എടുത്തു, 100 വന്നു. വീണ്ടും 2 എടുത്തു, 50 വന്നടാ. വീണ്ടും 2 എടുത്തു, പഴയ കണക്കായി 25 വന്നു. 5 എടുത്തു, 5 വന്നു. മക്കളെ ഫാക്ടേഴ്സ് പറയണം. എത്ര 2 ഉണ്ട് ഇതിനകത്ത്? 1 2 3 2 ഇല്ലയോ? 2 into 2 into 2 എങ്ങനെ എഴുതാം എനിക്ക്?
അങ്ങനെ എഴുതാം. വെരി ഗുഡ്. 2 ക്യൂബ് എന്ന് എഴുതി കൂടാ മക്കളെ. ഇനി എത്ര 5 ഉണ്ട് ഇതിനകത്ത്? താണ്ടൊരു 5, താണ്ടൊരു 5, 5 into 5 എത്ര എഴുതാം മക്കളെ? 5 into 5 എത്രടാ? 5 സ്ക്വയർ. അപ്പൊ മക്കളെ എനിക്ക് 200നെ 2 ക്യൂബ് into 5 സ്ക്വയർ എന്ന് എഴുതാം. 50 എങ്ങനെ എഴുതാം? 2 into 5 സ്ക്വയർ. മക്കളെ ശ്രദ്ധിച്ച് കേട്ടോടാ. എങ്ങനെ ഇതിനകത്ത് എൽസിഎം എഴുതാം, എങ്ങനെ HCF എഴുതാം? മക്കളെ 50യെ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് 2 into 5 സ്ക്വയർ എന്ന് എഴുതി. 200നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് 2 ക്യൂബ് into 5 സ്ക്വയർ എന്ന് എഴുതി. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോടാ? ഇനി ഇതിനകത്ത് എൽസിഎം കണ്ടുപിടിക്കാനായിട്ട് മക്കളെ എൽസിഎം ആണെങ്കിൽ ഹയസ്റ്റ് പവർ എന്നും HCF ആണെങ്കിൽ കോമൺ ഉള്ളതിന്റെ ലീസ്റ്റ് പവർ എന്ന് ഓർത്തിരിക്കണം. എന്ത് ഓർത്തിരിക്കണ്ടേ? എൽസിഎം ആണെങ്കിൽ എന്ത് ഓർത്തിരിക്കണം നമ്മള്? ഹയസ്റ്റ് പവർ. HCF ആണെങ്കിലോ കോമൺ ഉള്ളതിന്റെ ലീസ്റ്റ് പവർ. ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോടാ? അവനോടാ എന്ന് പറയടാ. എൽസിഎം എന്ത് കണ്ടുപിടിക്കണ്ടേ നമ്മള്? എൽസിഎം എന്ത് ഓർത്തിരിക്കണ്ടേ? വെരി ഗുഡ്. HCF എന്ത് ഓർത്തിരിക്കണ്ടേ? HCFന് ലീസ്റ്റ് പവർ. ഓക്കെ ഫൈൻ. അപ്പൊ നോക്കണം മക്കളെ. എൽസിഎം നമ്മൾ ആദ്യം എഴുതാൻ പോവാടാ. 50ന്റെ 200ന്റെയും 50യുടെയും 200ന്റെയും എൽസിഎം എഴുതാൻ പോവാടാ. രണ്ടിനകത്തും 2 ഉണ്ടല്ലോ മക്കളെ. 2ന്റെ ഹയസ്റ്റ് പവർ രണ്ടിനകത്ത് ഉള്ളതുകൊണ്ട് ഹയസ്റ്റ് പവർ എടുക്കണം. 2�3 ആ. ഹയസ്റ്റ് പവർ എടുത്തു 2�3. ഇനി 5 ഇവിടെ 5 സ്ക്വയർ ഉണ്ട്, ഇവിടെയും 5 സ്ക്വയർ ഉണ്ട്. ഹയസ്റ്റ് പവർ അത് തന്നെയാണ്. 5 സ്ക്വയർ എടുത്ത്. മക്കളെ ഇനി ഒരു സംശയം ആണ്ടെ. ഇൻ കേസ് ഇതിനകത്ത് ഇല്ല, എന്നിരുന്നാലും ഇതിനകത്ത് ഇൻറ്റു ഒരു 3 എന്നും കൂടെ ഉണ്ടായിരുന്നു വിചാരിക്കാം. രണ്ടിനകത്ത് താഴെ 3 ഇല്ല, ഒരിടത്ത് മാത്രം 3 ഉണ്ടായിരുന്നു. ആ 3 ഞാൻ എടുക്കണോ? എൽസിഎമ്മിന്റെ കേസിൽ എടുക്കണോടാ. ഒരിടത്ത് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ എൽസിഎം ആണെങ്കിൽ ആ നമ്പർ കൂടി എടുക്കണം. ഇവിടെ നമുക്കത് വന്നില്ല, അതുകൊണ്ട് എടുത്തില്ല. പക്ഷെ നമ്മൾ HCF ആണെങ്കിൽ അത് എടുക്കത്തില്ല. HCF അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് കോമൺ ഉള്ളതിന്റെ ലീസ്റ്റ് പവർ എടുത്താൽ മതി. പക്ഷെ എൽസിഎം ആണെങ്കിൽ നമ്മൾ മൊത്തം പേര് എടുക്കണം. അപ്പൊ ഇവിടെ എൽസിഎം നോക്കി എങ്ങനെ വന്നു? 2 ക്യൂബ് എത്രടാ മക്കളെ? 8 അല്ലൂടാ. 5 സ്ക്വയർ 25 അല്ലൂടാ. എൽസിഎം 25 8 എത്ര 200 എന്ന് വന്നു 5. HCF ഇനി കണ്ടുപിടിക്കേണ്ടത്. HCF കണ്ടുപിടിക്കാനായിട്ട് നോക്കണം മക്കളെ. HCF കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് വേണ്ടേ? എൽസിഎം കിട്ടി. നമുക്ക് HCF കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്തുകൂടാ പറഞ്ഞത്? കോമൺ ഉള്ളതിന്റെ ലീസ്റ്റ് പവർ എന്നല്ലൂടാ പറഞ്ഞത്. കാരണം രണ്ടിനകത്തും 2 കോമൺ ഉണ്ട്. 2 ഇവിടെ ഉണ്ട്, 2 ഇവിടെ ഉണ്ട്. ലീസ്റ്റ് പവർ ഏതാ? 2�1 ആണോ? 2�3 ലീസ്റ്റ് പവർ ഏതാ? 1 അല്ലയോ ലീസ്റ്റ് പവർ? ആണ്ടാ മക്കളെ. ഇപ്പൊ 2 എടുത്തു ഞാൻ. മക്കളെ HCF എടുക്കുമ്പോൾ രണ്ടിനകത്തും കോമൺ ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാവൂ. ഇവിടെ അടുത്ത നമ്പർ നോക്ക്. 5 സ്ക്വയർ രണ്ടിടത്തുകൊണ്ട് 5 സ്ക്വയർ. ലീസ്റ്റ് പവർ ഏത് തന്നെ? 5 സ്ക്വയർ തന്നെ ലീസ്റ്റ് പവർ. അപ്പൊ നമ്മൾ ഇൻറ്റു 5 സ്ക്വയർ എന്ന് എടുത്തടാ. എടാ 2 into 5 സ്ക്വയർ എത്രടാ മക്കളെ? 25 അല്ലയോ? 2 into 25 എത്രയാ? 55. അപ്പൊ HCF നമുക്ക് എത്ര കിട്ടി മക്കളെ? 50 എന്ന് കിട്ടി. എൽസിഎം എത്ര കിട്ടി മക്കളെ? നമുക്ക് 200 എന്ന് കിട്ടി. മക്കൾ ഒരു ചെറിയ ട്രിക്ക് പറഞ്ഞു തരട്ടെ എൽസിഎം HCF കണ്ടുപിടിക്കാനുള്ള. അതായത് ഈ തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സിൽ മക്കൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ ഏതൊക്കെയായിരുന്നു? 50യും 200 ആയിരുന്നു. ഈ തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സിലുള്ള ചെറിയ നമ്പറിന്റെ മൾട്ടിപ്പിൾ ആണ് വലിയ നമ്പറെങ്കിൽ, ഇവിടെ 50യുടെ മൾട്ടിപ്പിൾ അല്ലേ 200, 50 into 4 അല്ലേ 200. ആ രണ്ട് നമ്പറിൽ ചെറിയ നമ്പറിന്റെ മൾട്ടിപ്പിൾ ആണടാ വലിയ നമ്പറെങ്കിൽ, മക്കളെ ശ്രദ്ധിച്ച് കേട്ടോ, തന്നിരിക്കുന്ന രണ്ട് നമ്പറിൽ ചെറിയ നമ്പറിന്റെ മൾട്ടിപ്പിൾ ആണ് വലിയ നമ്പറെങ്കിൽ മാത്രം ചെറിയ നമ്പർ HCFും വലിയ നമ്പർ എൽസിഎമ്മും ആയിരിക്കൂടാ. സാധനം പിടികിട്ടിയോ? 50യുടെ മൾട്ടിപ്പിൾ ഇല്ലടാ 200. 50 into 4 ആണ് 200. 50യുടെ ടേബിളിൽ വരുന്ന സാധനം 200. അങ്ങനെ ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾ ആണ് മറ്റേ നമ്പറെങ്കിൽ മാത്രം, ആ കണ്ടീഷന് മാത്രമാണ്. ഈ കണ്ടീഷൻ 10നും 25നും ബാധകമാണോ? ആണോ മക്കളടാ? 10നും 25നും ബാധകമാണോടാ? അത് അല്ല. 10ന്റെ മൾട്ടിപ്പിൾ അല്ല 25, അത് ഇതിന് ബാധകമല്ല. പക്ഷേ 50 200 ഇത് ബാധകമാണ്. കാരണം എന്താ? 50യുടെ മൾട്ടിപ്പിൾ ആണ് മക്കളെ ആര്? 200 എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 50ക്കും 200 ഇത് ബാധകമാണ്. സോ 50യും 200ന്റെയും നിങ്ങൾക്ക് എൽസിഎം HCF എടുക്കണമെങ്കിൽ മക്കളെ ഇതിനകത്ത് ചെറിയ നമ്പർ ഏതാണോ ചെറിയ നമ്പർ ആയിരിക്കും മക്കളെ ഇതിനകത്ത് എന്ത്? HCF. വലിയ നമ്പർ ആയിരിക്കും മക്കളെ ഇതിനകത്ത് എന്ത്? LCM. അതായത് 200 ഇവിടുത്തെ LCMഉം 50 ഇവിടുത്തെ എന്തുമായിരിക്കും? HCF ആയിരിക്കും. അതായത് നിങ്ങളോട് ചോദിക്കും ഇതിന്റെ ഇത് എവിടെ യൂസ് ആവുന്നത് അറിയാടാ മക്കളെ? നമ്മളോട് ചോദിക്കാണ് ഇവര് 100ന്റെയും 500ന്റെയും LCM HCF കണ്ടുപിടിക്കാൻ പറയുമോ? ഒന്നും കണ്ടുപിടിക്കണം. നമുക്കറിയാം 100ന്റെ മൾട്ടിപ്പിൾ അല്ലോടാ 500. അങ്ങനെയാണെങ്കിൽ 100 HCFും അതായത് 100 ആയിരിക്കും. ചെറിയ നമ്പർ ഏതാണോ അതായത് ഇതിന്റെ HCF, വലിയ നമ്പർ ഏതാണോ അതതിന്റെ LCM. അതായത് ഈ 100ന്റെയും 500ന്റെയും LCM 500 ആയിരിക്കും, HCF 100 ആയിരിക്കും. കാര്യം ക്ലിയർ ആണോടാ മക്കളെ? ഓക്കെ ആണോ? സംശയമില്ലല്ലോ. മൊത്തം പേർക്ക് മക്കളെ LCM HCF കണ്ടുപിടിക്കാൻ അറിയാമല്ലോടാ? ഫൈൻ. നമ്മൾ മെയിൻ സാധനത്തിലോട്ട് പോകാൻ പോകണേ. നമുക്ക് ഇത് വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. ആ ക്വസ്റ്റ്യനോടെ കടക്കട ക്വസ്റ്റ്യൻ നമുക്ക് ലാസ്റ്റ് ചെയ്യാം. നമുക്കൊരു മെയിൻ ഇക്വേഷൻ പഠിക്കാനുണ്ടോ മക്കളെ? LCMന്റെ HCFനെ വെച്ചിട്ട് നമ്മൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു കേട്ടോ മക്കളെ. LCMഉം HCFും രണ്ട് നമ്പേഴ്സ് AB എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സിന്റെ LCMഉം HCFും നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കടാ. നമുക്ക് A എന്നും B എന്നും പറയുന്ന രണ്ട് നമ്പേഴ്സിന്റെ LCMഉം തന്നിട്ടുണ്ട്, HCFും തന്നിട്ടുണ്ട്. മക്കളെ AB എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സിന്റെ എന്തൊക്കെ തന്നിട്ടുണ്ട് മക്കളെ?
LCM തന്നിട്ടുണ്ട്, HCF തന്നിട്ടുണ്ട്. ഓക്കെ, എയുടെയും ബിയുടെയും നമുക്ക് LCM അറിയാം, HCF അറിയാമെന്ന് വിചാരിക്കണം. എടാ മക്കളെ, ഒരു നമ്പർ വെച്ച് ഞാൻ ആദ്യം എക്സാമ്പിൾ പറയാം, എന്നിട്ട് ഇക്വേഷൻ പറയാവേ. മക്കളെടാ, ഞാൻ 20ന്റെ ഞാൻ ആദ്യം രണ്ട് നമ്പേഴ്സിന്റെ LCM HCF എടുത്തായിരുന്നല്ലോ. ഏതൊക്കെയായിരുന്നു? 20യുടെയും 50യുടെയും 20യുടെയും 50യുടെയും നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു മക്കളെ? 20യും 50. 20യുടെയും 50യുടെയും മക്കളെ LCM എനിക്ക് എത്രയാണ് കിട്ടിയത്? 20യുടെയും 50യുടെയും LCM എനിക്ക് 100 ആയിരുന്നടാ കിട്ടിയത്. HCF എത്ര ആയിരുന്നാ മക്കളെ കിട്ടിയത്? 10 അല്ലായിരുന്നോ കിട്ടിയത്? മക്കളെ ശ്രദ്ധിച്ചേക്കണടാ പറയുന്നത്. ഇക്വേഷൻ ഇതാണ് മക്കളെ. നിങ്ങൾക്ക് രണ്ട് നമ്പേഴ്സ് തന്നിട്ട് അതിന്റെ LCMഉം HCFും തന്നാല് ഈ LCMഉം HCFും ഈ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റും തമ്മിൽ ഒരു ബന്ധമുണ്ട്? ഒന്നുമില്ല. ആ നമ്പറിന്റെ LCMഉം മക്കളെ LCMഉം HCFും കൂടെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറും ഈ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും ഈക്വൽ ആയിരിക്കും. അതായത് LCM ഇൻറ്റു HCF എന്ന് പറയുന്നത് എന്തുവാടാ മക്കളെ? പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ആടാ. പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ്. LCM ഇൻറ്റു HCF ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത് ഒന്നുകൂടെ പറയാവേ മക്കളെടാ. ഇവിടെ നമ്മുടെ LCM എത്ര ആയിരുന്ന മക്കളെ? 100 അല്ലയോടെ എഴുതുക. 100 ഇൻറ്റു HCF എത്ര മക്കളെ? 10. 100 ഇൻറ്റു 10 എന്ന് പറയുന്നത് എനിക്ക് എത്ര കിട്ടും മക്കളെ? 100 ഇൻറ്റു 10 സിമ്പിൾ 1000 കിട്ടിയില്ലേ എല്ലാവർക്കും? മക്കളെ ഇനി നമ്പേഴ്സ് ഏതൊക്കെയാണ്? നമ്മുടെ 20യും 50യും ചെയ്യടാ മൾട്ടിപ്ലിക്കേഷൻ. 20 ഇൻറ്റു 50 എത്രയാ? 20 ഇൻറ്റു 50 എത്രയാ മക്കളെ? 1000 ഇല്ലയോ? കണ്ടോ? പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ്, അതായത് 20 ഇൻറ്റു 50 ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതും ആ നമ്പേഴ്സിന്റെ തന്നെ LCMഉം HCFും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയതും സെയിം ആയിരിക്കും. ഇതാ ഇക്വേഷൻ മക്കളെ. LCM ഇൻറ്റു HCF ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ്. അതിന്റെ കൂടെ എല്ലാവരും എന്ന് പറഞ്ഞാടാ LCM ഇൻറ്റു HCF ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ആടാ. കാര്യം ക്ലിയർ ആണോ? അതാ ക്വസ്റ്റ്യൻ ചെയ്യാം. നോക്കിയോ, 2025 ഇതിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആടാ മക്കളെ. ഇതാ നടക്കുന്ന ക്വസ്റ്റ്യൻ. ഇഫ് HCF ഓഫ് 98 ആൻഡ് 28 എത്രയാ? M എന്നാ തന്നേക്കുന്നത്. ആൻഡ് LCM ഓഫ് 98 ആൻഡ് 28 ഈസ് ഈക്വൽ ടു N എന്ന് തന്നേക്കുന്നത്. then find the values of N minus 7M is dash. ഇതാ കണ്ടുപിടിക്കണം നമുക്ക്. അതായത് കണ്ടുപിടിക്കണം നമുക്ക് N minus 7M കണ്ടുപിടിക്കണം. N minus 7M ഇത് എത്ര കണ്ടുപിടിക്കണം? ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആരെയൊക്കെ കണ്ടുപിടിക്കണം മക്കളെ? നമുക്ക് M-ഉം കണ്ടുപിടിക്കണം, N-ഉം കണ്ടുപിടിക്കണം, അല്ലയോ? ഓൾറെഡി നമുക്കറിയാം ഇവരുടെ HCFും LCMഉം നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. അത് വെച്ചിട്ട് ആ വാല്യൂ ഇവിടെ കൊടുത്താൽ മതി. ക്വസ്റ്റ്യൻ സിമ്പിൾ ആ. നോക്കിക്കോ, HCF ഓഫ് 98 ആൻഡ് 28 നോക്കിയേ. HCF 98ന്റെയും 28ന്റെയും HCFും LCMഉം കണ്ടുപിടിക്കാൻ നമുക്ക് അല്ലെങ്കിൽ ഈ രീതി വേണം നമുക്ക് സെപ്പറേറ്റ് ഫാക്ടറൈസ് ചെയ്യടാ. 98നെ ഫാക്ടറൈസ് ചെയ്യടാ. 2 കൊണ്ട് ചെയ്യാം. എത്ര വരും? 49 എന്ന് വരും. 49നകത്തെ ഫാക്ടേഴ്സ് ഏതൊക്കെ മക്കളെ? 7 അല്ല പറ്റത്തുള്ള. എത്ര 7s ആടാ? 49. 7 7s അല്ലയോടാ. സോ ഞാൻ 98നെ മക്കളെ ഞാൻ എങ്ങനെ എഴുതി? 98നെ ഞാൻ എഴുതുന്നു 2 ഇൻറ്റു 7 സ്ക്വയർ. ഡൗട്ട് ഇല്ലല്ലോടാ അതിനകത്ത് ആർക്കും? അടുത്ത നമ്പർ ഏതാണ്? നമ്മുടെ 28. ചെയ്യടാ ഫാക്ടറൈസേഷൻ. 28നെ 2 വെച്ച് ചെയ്ത് എത്ര വന്ന മക്കളെ? 14 വന്ന്. വീണ്ടും ചെയ്യ ഫാക്ടറൈസേഷൻ. 2 വെച്ച് എത്ര വന്ന്? 7 വന്ന്. 7 പ്രൈം നമ്പർ ഇല്ലടാ മക്കളെ, ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നിർത്തുക അവിടെ. 28നെ നമുക്ക് എങ്ങനെ എഴുതാം? 28നെ നമുക്ക് 28 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2, അതായത് 2 സ്ക്വയർ ഇൻറ്റു 7 എന്ന് എഴുതി കൂടാ. അപ്പൊ 2 സ്ക്വയർ ഇൻറ്റു 7 എന്നും 2 സ്ക്വയർ ഇൻറ്റു 7ഉം അതേപോലെ തന്നെ 2 ഇൻറ്റു 7 സ്ക്വയറും നമ്മൾ 98നെയും 28നെയും ഫാക്ടറൈസ് ചെയ്തടാ. നോക്ക്, നേരത്തെ എഴുതിയോടൊക്കെ അങ്ങോട്ട് എഴുതടാ മക്കളെ. 28 ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ ഇൻറ്റു 7. എഴുത 98 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 7 സ്ക്വയർ. ആദ്യം എഴുതടാ LCM എത്ര മക്കളെ? LCM എന്ത് ചെയ്യേണ്ടത്? നമ്മൾ LCM ഇല്ലാത്ത നമ്മൾ പറഞ്ഞ കോഡ് എന്ത് വരുന്നത്? വെരി ഗുഡ്. നമ്പേഴ്സിലെ ഹയസ്റ്റ് ഫാക്ടർ എത്ര നമ്പർ ഉണ്ടോ അതിന്റെ എല്ലാം ഹയസ്റ്റ് ഫാക്ടർ എടുത്തോളാം മക്കളെ. 2 ഹയസ്റ്റ് ഫാക്ടർ എത്ര? 2 സ്ക്വയർ ഇൻറ്റു 7. 7 ഹയസ്റ്റ് ഫാക്ടർ എത്ര മക്കളെ? ഹയസ്റ്റ് എക്സ്പോണന്റ് വരുന്ന നമ്പർ ഏതാ? 7 സ്ക്വയർ. ഹയസ്റ്റ് പവർ ആണ് നമ്മൾ എടുക്കുന്നത്. സോറി, ഹയസ്റ്റ് ഫാക്ടർ അല്ല, ഹയസ്റ്റ് പവർ ആണ് നമ്മൾ എടുക്കുന്നത്. 2ന്റെ ഹയസ്റ്റ് പവർ 2 സ്ക്വയർ ആയിരുന്നു. 7ന്റെ ഹയസ്റ്റ് പവർ 7 സ്ക്വയർ. മക്കളെ 2 സ്ക്വയർ എത്രടാ? 4 അല്ലയോടാ. 7 സ്ക്വയർ 49 അല്ലയോടാ മക്കളെ. 49 ഇൻറ്റു 4 എത്ര മക്കളെ? 196 മക്കളെ. 49 ഇൻറ്റു 4 എത്ര കിട്ടി നമുക്ക്? 196 എന്ന് കിട്ടി. മക്കളെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? LCM കണ്ടുപിടിച്ചതിനകത്ത് HCF കണ്ടുപിടിക്കാം. അവിടുന്ന് തന്നെ എടുക്കാണോ മക്കളെ? HCF അവിടുന്ന് നമുക്ക് HCF എടുത്തോ. LCM അതല്ലയോ മക്കളെ? HCF is equal to നോക്കടാ മക്കളെ. ഇതിനകത്ത് HCFനെ നമ്മൾ പറഞ്ഞിട്ട് വരുന്നത് നമ്മളുടെ കോഡ് വരുന്നത് മക്കളെ കോമൺ ഉള്ളതിന്റെ ലിസ്റ്റ് പവറിലൂടെ. കോമൺ ഉള്ളതിന്റെ ലിസ്റ്റ് പവർ മക്കളെ രണ്ടിടത്തും കോമൺ ഇല്ലയോ? ഇവിടെ 2 സ്ക്വയർ ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അതിന്റെ ലീസ്റ്റ് പവർ എത്രയാണ് മക്കളെ? 1 അല്ലേ? അതായത് 2 എടുത്താൽ മതി. 2 സ്ക്വയർ എടുക്കണോ? 2 സ്ക്വയർ ഹയസ്റ്റ് പവറാ. നമ്മൾ ലീസ്റ്റ് പവർ എടുക്കത്തുള്ളൂ. HCFന്റെ കേസിൽ നമ്മൾ 2 എടുത്താ മക്കളെ. 7ഉം 7 സ്ക്വയറും ഏതെടുക്കും? ഞാൻ പറ, ഏതെടുക്കും? 7 എടുക്കോ? 7 സ്ക്വയർ എടുക്കോ?
വെരി ഗുഡ്. 7 എടുത്താൽ മതി, ലീസ്റ്റ് പവർ എടുക്കേണ്ടത്. 2 into 7 എത്രടാ? 14. കിട്ടിയോളാ HCF 14 എന്ന്. മക്കളെ ക്വസ്റ്റ്യന് നമുക്ക് പറഞ്ഞിരുന്നത് HCF എന്താണെന്ന് M എന്നാ തന്നേക്കുന്നില്ലയോ? ക്വസ്റ്റ്യന് നമുക്ക് M എന്നാ പറഞ്ഞേക്കുന്നത്. M അതായത് HCF നമുക്ക് എത്ര കിട്ടി? 14 എന്ന് കിട്ടി. എമ്മിന്റെ വാല്യൂ എത്ര? 14 അല്ലയോ? ഇനി LCM ഓഫ് ഈ രണ്ട് നമ്പേഴ്സ് നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്? N എന്നല്ലേ വന്നേക്കുന്നത്? N നമുക്ക് ഇവിടെ എത്ര കിട്ടിയ മക്കളെ? 196 എന്നല്ലേ ഇവിടെ കിട്ടിയത്. എന്നിന്റെ വാല്യൂ കിട്ടി, എമ്മിന്റെ വാല്യൂ കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരാണ് മക്കളെ? N-7m അല്ലേ ഇവിടെ കണ്ടുപിടിക്കട. N-7m നോക്കണം മക്കളെ. N-7m is equal to മക്കളെ എന്നിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയത്? 196. വെരി ഗുഡ്. ഇൻറ്റു അല്ല മൈനസ്. N മൈനസ് എന്നല്ലേ കിടക്കുന്നത്? N-7m അതായത് 7 ഇൻറ്റു എത്രയാ മക്കളെ? എമ്മിന്റെ വാല്യൂ എത്രയാ? 7m ആകുമ്പോ എമ്മിന്റെ വാല്യൂ എത്രയാ? എത്ര നമുക്ക് കിട്ടിയത്? എമ്മിന്റെ വാല്യൂ 14. വെരി ഗുഡ്. അപ്പൊ നമുക്ക് എന്നിന്റെ വാല്യൂ 96 ഒന്നും കിട്ടി, എമ്മിന്റെ വാല്യൂ എത്ര ഒന്നും കിട്ടി? 14 ഒന്നും കിട്ടി. രണ്ട് വാല്യൂ നമ്മളവിടെ കൊടുത്തു. M 14 ഉം N 196 മക്കളെ ചെയ്തോളാം. 196 മൈനസ് 14 into 7 എത്രയാ? 10 7 20 4 7 21 91 എന്ന് വന്നടാ മക്കളെ. 196 മൈനസ് 191 എത്രയാണ് മക്കളെ? 105 ആൻസർ. ഓക്കെ ആണോ മക്കളെ? ക്ലിയർ അല്ലയോ? 2025 ചോദിച്ച ക്വസ്റ്റ്യൻ മക്കളെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. മക്കളെ നമുക്ക് ഇന്ന് നമ്മൾ പഠിച്ചത് LCM-ഉം HCF-ഉം എങ്ങനെ കണ്ടുപിടിക്കാമെന്നായിരുന്നു. അതിനകത്ത് നമ്മളൊരു ഇക്വേഷൻ പറഞ്ഞു. ഇക്വേഷന്റെ ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. HCF-ഉം LCM-ഉം വെച്ചിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനകത്ത് നമുക്ക് LCM കണ്ടുപിടിച്ചു, നമ്മൾ സെപ്പറേറ്റ് HCF കണ്ടുപിടിച്ചു. അത് വെച്ചൊരു ക്വസ്റ്റ്യൻ ചെയ്തു. മക്കളെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ബാക്കി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ സംസാരിക്കാം. മക്കളെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുവാ? ഓക്കെ, നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.